നരകം എന്നുള്ള വിഷയം. യാഥാർത്ഥ്യമായ ഒരു ദൈവിക പദ്ധതി അവശേഷിക്കുന്നു എന്നുള്ളത് തിരുവചനത്തിന്റെ സത്യമാണ്. ഏറ്റവും വലിയ തെളിവാണ് ഇന്നും ഭൂമിയുടെ പരപ്പിൽ അടയാളമായി കിടക്കുന്ന ചാവുകടൽ, ഡെഡ് സീ. നമുക്കാർക്കും യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ ഒന്നും പറ്റത്തില്ല. നമ്മൾ കണ്ണടച്ച് നമുക്ക് ഇരുട്ടാക്കിയത് കൊണ്ട് ഇരുട്ടാകുന്നില്ല, അല്ലെ? നമ്മൾ കുറച്ചു നേരം കണ്ണടച്ച് പിടിക്കുമ്പോൾ നമുക്കൊരു ഇരുട്ട് വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് രാത്രിയല്ല, രാത്രിയാണ്. കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റത്തില്ല. പൂച്ച പാല് കുടിക്കുമ്പോൾ കണ്ണടച്ചാ പാല് കുടിക്കുന്നു. അതുകൊണ്ട് ആരും കാണുന്നില്ലെന്ന് ഒരിക്കലും പറയാനത്തില്ല. പൂച്ച കണ്ണടച്ച് പിടിച്ചിരിക്കുന്നത് മറ്റാർക്കും കാണത്തില്ല. നമുക്ക് അന്നേരം യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റത്തില്ല. കാരണം പലപ്പോഴും ഈ സത്യം വെളിപ്പെടുവാൻ താമസിക്കുമെന്നൊരിക്കലും സത്യമല്ലാതെ ആകത്തില്ല. സമയമെടുത്തന്നിരിക്കാൻ ചിലപ്പോൾ. തിരുവചനത്തിന്റെ ദൈവിക ന്യായവിധികളുടെ ഏറ്റവും വലിയ തെളിവാണ്. നമുക്ക് ഇപ്പൊ ആദത്തിനെ തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറക്കിയത് നമ്മളാരും കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് പോയി കാണാൻ പറ്റുന്ന വസ്തുതയാണ് ഇന്നും തെളിവായി കിടക്കുന്ന ചാവുകൾ, ഡെഡ് സീ. സോദോം ഗോമോറ എന്ന് പറയുന്ന പട്ടണങ്ങൾ കത്തിയമർന്ന്, അല്ലെ, അവിടെ ഉണ്ടായ ആ വലിയ ഗന്ധകം, ആ തീയ്, കത്തിയമർത്തിയ സാധനങ്ങൾ, ഒരു മനുഷ്യൻ ചാടിയാൽ മുങ്ങിപ്പോകാത്ത രീതിയിൽ ഏറ്റവും ഡെൻസിറ്റി കൂടിയ വെള്ളമാണ്. അതിൻ്റെ അകത്ത് പതിക്കുന്ന വെള്ളത്തിൽ ഒരു ജീവി പോലും ജീവിക്കുവാൻ കഴിയാതെ അത്രയ്ക്കും കട്ടിയേറിയ ഡെൻസിറ്റി കൂടിയ ആ വെള്ളത്തില് തെളിവായിട്ട് അവിടെ കിടക്കുമ്പോൾ നമുക്കെങ്ങനെ പറയാൻ പറ്റും ദൈവിക ന്യായവിധികൾ സത്യമല്ല? നമുക്കെങ്ങനെ പറയാൻ പറ്റും? നടക്കത്തില്ല. നമ്മുടെ അറിവ് വെച്ചുകൊണ്ട് നമ്മൾ ദൈവിക കാര്യക്രമങ്ങളെ അളക്കരുത്. എനിക്ക് ഇത്രേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്കത് അറിയത്തില്ല അതുകൊണ്ടില്ല എന്നൊന്നും നമുക്ക് ദൈവിക കാര്യക്രമങ്ങളെ നമുക്ക് ഒരിക്കലും പിടിച്ച് നമ്മുടെ ചട്ടക്കൂടിനകത്തൊന്നും ഒതുക്കാൻ പറ്റത്തില്ല. ലോകം ഒരു ക്രൂരമായ അവസ്ഥയിലോട്ട് എത്തപ്പെടും, അതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഒരു ദൈവവൈതലിന്റെ പ്രത്യാശ, ഈ ക്രൂരതകളുടെ നടുവിലും ദൈവജനത്തിനൊരു ശാന്തതയുണ്ട്. ഹൃദയത്തെ തണുപ്പിക്കുന്ന വലിയൊരു ശാന്തതയുണ്ട്. കഴിഞ്ഞ ദിവസം കിരൺ എന്നോട് പറയുകയാണ്. ഞാൻ ആദ്യമായിട്ട് കിരണിനെ കാണാൻ ചെന്നപ്പം കിരൺ എന്നോട് പറഞ്ഞത്, പക്ഷേ എനിക്ക് എന്റെ തല ചൂടാകും, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം മുമ്പിലോട്ട് വന്നാൽ അവനൊരു സംഭവം ഫിക്സ് ചെയ്യേണ്ട എന്റെ പ്ലാൻ വന്ന ഉടനെ അവനാകെ പിന്നെ അങ്ങ് തല ചൂടാകുക, അവന് വിയർക്കും, വല്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ സൺഡേ ആരാധന കണ്ട് വീട്ടിൽ വന്നത് പോലെ പറഞ്ഞു, പക്ഷെ ഇപ്പോഴെനിക്ക് ആ പ്രശ്നം ഇല്ല. 2 ആഴ്ചയായിട്ട് ഞാൻ ചർച്ച വരുന്നത്, എനിക്ക് ഇപ്പോഴാ പ്രശ്നം ഇല്ല. അന്നേരം ഏത് വലിയ തീ കത്തലിന്റെ നടുവിലും ദൈവവൈതലിന് ഒരു ശാന്തതയുണ്ട്, ഒരു ശാന്തതയുണ്ട്. നമ്മൾ എത്ര വലിയ ഇളകി പറയുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി പോയാലും നമ്മളെ തണുപ്പിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണല്ലോ ദാവീദ് പറയുന്നത്, even though I walk through the shadow of the valley of death, I will fear no evil because thou art with me. നീ എന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് മരണ നിഴലിന്റെ താഴ്വരയും ഐ ഫീൽ കൂൾ, വളരെ ശാന്തമായി കടന്നു പോകും, അല്ലെ? നരകം നമ്മളെ ഭീതിപ്പെടുത്തുകയല്ല വേണ്ടിയത്. ഈ നരകത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുടനെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്, എന്റെ അടുത്തിരിക്കുന്ന എന്റെ സമസൃഷ്ടം അതിലോട്ട് പോകാതെ ഇരിക്കേണ്ടതിന്റെ വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ തോളിലെടുക്കുക. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഭീകരതയിലോട്ട് ആരും തള്ളപ്പെടുവാൻ ഇടയായി തീരരുത്. വളരെ വേഗം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ നിന്ന് പാതാളം എന്ന് പറയുന്ന വിഷയത്തിലോട്ട് എളുപ്പം നമ്മൾ ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം 13, 15, 16 വാക്യങ്ങൾ ഒന്ന് വായിക്കണം. ജോബ് ചാപ്റ്റർ 17 verse 13, 15 and 16. എളുപ്പം വായിക്കണം, അല്ലെ നമ്മള് ഒത്തിരി നീട്ടിക്കൊണ്ട് പോകേണ്ടി വരും ഈ ക്ലാസ്. Job chapter 17 verse 13, 15 and 16.
ഞാനോ പാതാളത്തെ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു. ഇരുട്ടിൽ ഞാൻ എന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. ഞാൻ ദ്രവത്വത്തോട് നീ എന്റെ അപ്പനെന്നും മുഴുവിനോട് നീ എന്റെ അമ്മയും സഹോദരിയും എന്നാ പറഞ്ഞിരിക്കുന്നു. യോബ് പറയുക, ഞാൻ പാതാളത്തിൽ പാതാളത്തെ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു. തന്റെ ആ വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ തന്റെ കൂട്ടുകാരൊക്കെ വന്ന് ഇങ്ങനെ, അല്ലെ, യോബ് പറയുന്നല്ലേ അത്? യോബല്ലേ അത്? യോബിന്റെ വാക്കുകളല്ലേ? അതോ യോബിന്റെ വാക്കുകളാണ്? പുസ്തകം യോബിന്റെ ആണെന്നല്ല ഞാൻ ചോദിച്ചേ, വാക്കുകൾ യോബിന്റെ ആണ്. നോക്കിയ അന്നേരം തന്റെ സാഹചര്യം നമുക്കറിയാം. തന്റെ കൂട്ടുകാർ വന്നിട്ട് തന്നെ എന്ത് ചെയ്യുക? അങ്ങ് കുറ്റപ്പെടുത്തുക. നീ പന്നനാടാ, നീ ദൈവത്തെ ദുഷിക്കുന്നവനാടാ, അല്ലെ? ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. തന്റെ ആ ഉള്ളിലുള്ള വേദന പറയുക, ഞാൻ പാതാളത്തെ എന്റെ വീടാക്കിയിരിക്കുന്നു. അവിടെ ആരാ ഉള്ളെ? പുഴുവും തീയും കഷ്ണങ്ങളും ഒക്കെയാണ് എന്റെ മാതാപിതാക്കൾ. ഒന്നും വയ്യാത്ത ഒരു സാഹചര്യത്തിലോട്ട് ഞാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, പാതാളത്തിന്റെ ഒരു തീവ്രത, പാതാളത്തിന്റെ ആ ഒരു ക്രൂരത ഇവരുടെ ഒക്കെ ഉള്ളങ്ങളെ എന്ത് ചെയ്തിരുന്നു? അലട്ടിയിരുന്നു. ക്ഷമ വായിച്ചത്, ഞാനോ പാതാളത്തിന്റെ വീടായി പ്രതീക്ഷിക്കും. ഇരുട്ടിൽ ഞാൻ എന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. ഞാൻ ദ്രവത്വത്തോട് നീ എന്റെ അപ്പനും മുഴുവനോട് നീ എന്റെ അമ്മയും സഹോദരിയും എന്നാ പറഞ്ഞിരിക്കുന്നു. 15-ാം വാക്യം. അങ്ങനെയിരിക്കും എന്റെ പ്രത്യാശയും എന്റെ പ്രത്യാശയെ കാണും. അത് പാതാളത്തിന്റെ ഓടാമ്പലുകളോളം ഇറങ്ങിപ്പോകും. അത് പാതാളത്തിന്റെ ഓടാമ്പലുകളോളം ഇറങ്ങിപ്പോയി എന്നത് എന്റെ പ്രത്യാശ. അതുപോലും എവിടം വരെ പോവാ? പാതാളം വരെ അങ്ങ് പോവുകയാ. അടുത്ത വാക്യം. പൊടിയിൽ ഒരുപോലെ വിശ്രാമമുണ്ടാകും. അതിന് ശൂന്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞത് മതി, അവിടെ നിൽക്കട്ടെ. യോബ് പറയുകയാണ്, പാതാളത്തിന്റെ ഒരു അനുഭവം തന്റെ ജീവിതത്തിന്റെ അവസ്ഥകളുടെ നടുവിൽ താൻ കാണുകയാണ്. പാതാളത്തിന്റെ ഒരു അനുഭവം. സങ്കീർത്തനം വന്നാട്ടെ 86-ന്റെ 13, 86-ന്റെ 13, 88-ന്റെ 3 എളുപ്പം വായിക്കും. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ. എത്ര? 86-ന്റെ 13, 86-ന്റെ 13. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ. നീ എന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന്, പാതാളമുണ്ട്, അധമപാതാളമുണ്ട്, നീ എന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. എന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. അന്നേരം ആ ഒരു കാലത്ത് ഇവരെന്തിനെ ഭയപ്പെട്ടിരുന്നു? പാതാളത്തെ ഭയപ്പെട്ടിരുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയും, എന്റെ പ്രാണൻ പാതാളത്തിലല്ല, അധമപാതാളത്തിൽ പോകേണ്ടതാണ്. അവിടെ നിന്ന് നീ എന്റെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു. 88-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. എന്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു. എന്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു. അത് മരണത്തെ കുറിച്ചാണ് പറയുന്നത്. എന്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു. ഇവിടെയൊക്കെ പാതാളത്തെ കുറിച്ചുള്ള ഒരു ഭയമാണ്. 9-ാം സങ്കീർത്തനം 17-ാം വാക്യം. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും അങ്ങോട്ട് തിരിയും, പാതാളത്തിലോട്ട് പോകും. വളരെ വളരെ ഈ വാക്കുകളെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ 9-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം വളരെ വ്യക്തത തരുന്ന വാക്യമാണ്. ആരാണ്? ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന. നോക്കിയാൽ അന്നേരം നമ്മൾ ഈ ദുഷ്ടതയെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെ? ദുഷ്ടത എന്നതാണ്? ദുഷ്ടത എവിടെ വരും? ദുഷ്ടത നമ്മുടെ അകത്തുണ്ടോ? ദുഷ്ടത നമ്മുടെ അകത്തുണ്ടോ? ദുഷ്ടത അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മള് പ്രവർത്തിക്കുന്ന ഒരു കാര്യമായി ദുഷ്ടത എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്തുനിന്ന് ഈ ദുഷ്ടതയൊക്കെ പുറപ്പെടുന്നുണ്ട്, അല്ലേ? ചിലപ്പോഴും നമ്മുടെ 50-ാം സങ്കീർത്തനം 51-ാം സങ്കീർത്തനം പറയുന്നത്, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. സോ ഐ ബോൺ ഇൻ സിൻ. ഞാൻ പാപത്തിലാണ് ജനിച്ചത്.
ജന്മം കൊണ്ട് പാപിയാണ്. നെക്സ്റ്റ്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. കർമ്മം കൊണ്ട് ഞാൻ ആരാ? പാപിയാണ്. അല്ലേ? വളരെ ശ്രദ്ധിക്കണേ. In me there is a sinful nature. എന്റെ അകത്ത് ഒരു പാപ സ്വഭാവം ഉണ്ട്. Later on what happened? I became a sinner by my deeds. എന്റെ പ്രവർത്തികൾ കൊണ്ട് ഞാൻ ആരായി? ഞാനൊരു പാപിയായി മാറി. വളരെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിലോട്ടൊന്ന് വന്നിട്ട് ബാക്കി ഭാഗങ്ങളിലോട്ടൊന്ന് പോകാം. തിമോത്തിയോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം, അതിന്റെ 3-ാമത്തെ അധ്യായം, അതിന്റെ 1 മുതൽ താഴെയോട്ടുള്ള ചില വാക്യങ്ങളൊന്ന് വായിക്കണം. 1 Timothy chapter 3 verse 1 following. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ എൻ്റെ കൂടെ ആ ഭാഗത്തൊന്ന് വരണേ. നമുക്ക് വളരെ ആഴമായി ഗ്രഹിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അമ്മേ സോറി, 2 Timothy chapter 3. 2 Timothy chapter 3. 2 Timothy chapter 3. ശ്രദ്ധിച്ചേ. മനുഷ്യൻ സ്വസ്നേഹികളും. മനുഷ്യരാരാകുന്നു? സ്വസ്നേഹികൾ. അല്ലേ? ഇന്ന് ഞാനൊരു ആർട്ടിക്കിള് ന്യൂസ് പേപ്പറിൽ വായിച്ച ഒരാളാ. ഞാൻ ആളുടെ പേരും ആളെന്തോ പറഞ്ഞെന്ന് പറഞ്ഞില്ല. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ തന്നെ ശരീരം കാണുന്നത്. ഒരു സന്തോഷം. എന്താ? മറ്റൊരാളെ കാണുമ്പോൾ ഉള്ള സന്തോഷമല്ല, അവൻ നന്നായിരിക്കുന്നല്ല, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കാണുമ്പോൾ എന്തുവാ ഒരു സന്തോഷം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രിയ ജോസ് പ്ലാത്തോട്ട സാറ് അദ്ദേഹം മരിച്ചുപോയി കഴിഞ്ഞ വർഷം. നമുക്കറിയാം, ക്യാൻസർ വന്ന് മരിച്ചു. അല്ലാതെ ഞങ്ങളിങ്ങനെ ഒത്തിരി യാത്ര ചെയ്യുമായിരുന്നു ഒന്നിച്ച്. അന്നേരം ജോസ് പ്ലാത്തോട്ട സാറ് പറയും, എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനം തോന്നി. ഞാൻ എന്ത് ചെയ്തു? കണ്ണാടിയുടെ മുമ്പിൽ തന്നെ എനിക്കൊരു സല്യൂട്ട് ചെയ്തു. പുള്ളി വളരെ ഇതായിട്ട് കാരണം നമുക്ക് നമ്മളോട് തന്നെ തോന്നിയൊരു സ്നേഹം. അതിനെന്തോ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞേ സെൽഫിഷ്നെസ്. അല്ലേ? സെൽഫിഷ്നെസ് എന്നാ? സെൽഫ് ലവ് അല്ലേ? നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മളത് ഉണ്ടാകുന്നില്ല. ഇത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യനാരാകുക? സ്വസ്നേഹികളും. മോൻ ചത്താലും വേണ്ടുകയും വരുമ്പോടെ ദുഃഖം വന്ന് കാരണം എനിക്ക് സന്തോഷം ഉണ്ടാകണം. ഇനി അവൻ വേണേ ചത്തോട്ടെ, എന്നാലും മരുമോൾ കരയെന്ന് കാണുമ്പോഴേ എനിക്കൊരു സന്തോഷം. ചിലർക്ക് അത് ഭയങ്കര രസമാണ്. ഈ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് ആ ഉപദ്രവത്തിൽ എന്ത് ചെയ്യുക? ഒരു സന്തോഷം കാണുക. That's not the way we have to behave. മനുഷ്യൻ സ്വസ്നേഹികളും. നമ്മൾ വളരെ ശ്രദ്ധിക്കണേ. ഈ വാക്യത്തിന്റെ ആഴങ്ങളെ നമ്മൾ ഗ്രഹിക്കണം. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകലരും. 2 ഐറ്റമാ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ദൈവമില്ലാത്തവൻ, അവൻ എങ്ങോട്ടേ പോകത്തുള്ളൂ. ഇനി ദൈവം ഉണ്ടായിട്ടും നിന്റെ അകത്തുനിന്ന് പുറപ്പെടുന്നത് ദുഷ്ടതയാണെങ്കിൽ നീ എങ്ങോട്ടേ പോകത്തുള്ളൂ. വെരി സിമ്പിൾ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ടോ, ഞാനിവിടെ വന്നിരുന്ന് കുറച്ച് കയ്യടി കാണിച്ചത് കൊണ്ടോ, ഞാനിവിടെ നിന്ന് കുറച്ച് പ്രസംഗിച്ചത് കൊണ്ടോ, നമ്മളിവിടെ നിന്ന് കുറച്ച് പ്രഹസനം കാണിച്ചത് കൊണ്ടോ, നമ്മൾ ഏതാണ്ടൊക്കെ ആണെന്ന് ചിന്തിച്ചത് കൊണ്ടോ സ്വർഗത്തിൽ പോകുമെന്നുള്ള വ്യാജമായ ചിന്ത നമ്മുടെ അകത്തുനിന്ന് വെളിയിൽ പോകണം. എല്ലാ ഞായറാഴ്ചയും ഞാൻ പള്ളിയിൽ വരുന്നുണ്ട്, ഞാൻ വലിയ ആളാണ്, ഞാൻ പള്ളിയിലെ മുഖ്യനാണ്, അല്ലേ, ഞാനില്ലേ പള്ളിയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിലൊരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തെ മറക്കുന്ന സകല മനുഷ്യനും നരകത്തിൽ പാതാളത്തിൽ പോകുമെന്ന് തിരുവചനം പറയുമ്പോൾ ചേർത്ത രണ്ടാമതൊരു വ്യക്തി കൂടെ പറയുന്നു, ദുഷ്ടൻ. ദൈവത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അകത്തു നിന്ന് പുറപ്പെടുന്നത് ദുഷ്ടതയാണെങ്കിൽ, ചില മനുഷ്യരുണ്ട് കേട്ടോ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. ചില മനുഷ്യരുണ്ട്, അവരിരുന്ന് ചിന്തിച്ചങ്ങ് കൂട്ടും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആയുസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു വിഷയത്തെ ഞാനിങ്ങനെ വായിച്ച കൂട്ടത്തിൽ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുക. ഒന്ന് നമ്മുടെ കോപം കളയണം. നമ്മൾ ആരോടും എന്ത് ചെയ്യല്ലേ, കോപിക്കരുത്. ഈ കോപം നമ്മുടെ ആയുസിനെ കുറയ്ക്കുന്ന സാധനം. 2, അമിത ആഹാരം. അത് നമ്മുടെ ഈ വാരി വലിച്ചുള്ള തീറ്റി, അല്ലേ, ബർഗറും
പായസവും പഞ്ചസാരയും ഇതൊക്കെ നമ്മൾ ഈ വാരി വലിച്ച് തിന്നുന്നതൊക്കെ നമ്മളെ എന്ത് ചെയ്യും? ഇതെല്ലാം നമ്മളെ കൊണ്ട് നശിപ്പിക്കും. കണ്ട. പിന്നെ അതിന്റെ അദ്ദേഹം പറയാം, ഒന്ന് ക്രമമായ ഒരു ജീവിതശൈലി, രണ്ട് നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു വ്യായാമം, നമ്മൾ ആക്റ്റീവ് ആകുന്ന രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത് പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വയസ്സിനാണ് കേട്ടോ, 98 വയസ്സുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറയാം മൂന്നാമത് ഉണ്ടാകേണ്ട ഒരു വിഷയം ആരോടും വിദ്വേഷമില്ലാതെ ജീവിക്കുക. എനിക്കൊരു പോളിസി ഉണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പോളിസി എന്ന് പറയുന്നത്, ഇന്ത്യയിൽ മൊത്തം എത്ര കോടി ജനങ്ങളാ ഉള്ളേ? 130 കോടി അല്ലേ? 130 കോടി. 144 എത്രയല്ലോ ആണ്. ലോകം മൊത്തം 750-800 കോടിയാ ഉള്ളേ. അത് എനിക്കിപ്പോ ഒരു പോളിസി ഉണ്ട്. എന്റെ പോളിസി എന്ന് പറയുന്നത്, എനിക്ക് എത്ര പേരെ അറിയാം? ഞാൻ ചർച്ച പലരോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എത്ര പേരെ അറിയായിരിക്കും? ഒരു ഏകദേശം ഈ 140 കോടി ജനങ്ങൾക്കകത്ത് എനിക്ക് എത്ര പേരെ അറിയായിരിക്കും? നിങ്ങൾക്ക് എത്ര പേരെ അറിയാം? 2000 പേരെ അറിയാമോ? 2000 പേർക്ക് നമ്മളെ അറിയാമോ? ഇല്ല. ചിലപ്പോ ഞാൻ ചിന്തിക്കുക, എന്നെ ചിലപ്പോ ഒരു 2000 മുതൽ ഒരു 3000 വരെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എന്നെ അറിയാതിരിക്കാം. എനിക്കും അത്രയും പേരെ അറിയത്തുള്ളൂ. എനിക്ക് ആകെ 3000 അറിയത്തുള്ളൂ. ബാക്കി 135 കോടിയെ എനിക്ക് അറിയത്തില്ല. എനിക്ക് നിങ്ങളെ സഹിക്കാൻ വയ്യ എന്നൊരിക്കലും ഞാൻ നിങ്ങളെ 135 കോടിയിൽ ഒരാളായിട്ടാണ് എണ്ണും. മനസ്സിലായി എന്താ പറഞ്ഞത്? നമുക്കിപ്പോ എനിക്ക് പറ്റുന്നില്ല നമ്മളുമായിട്ട് ഒന്നിച്ച് പോകാൻ. പിന്നെ ഞാൻ നിങ്ങളെ ഓർത്ത് അവൻ എന്നോട് ഇത് ചെയ്തല്ലോ, അവൻ എന്നെ ദ്രോഹിച്ചല്ലോ, വേദനിച്ചല്ലോ എന്നൊന്നും ഓർത്ത് ഞാൻ ഇരിക്കത്തില്ല. ഞാൻ ഒറ്റയടിക്ക് ഒറ്റ കാര്യം ചെയ്യും, നിങ്ങളെ 135 കോടിയിൽ ഒരാളായിട്ട് അങ്ങ് മാറ്റും. അങ്ങനെ എന്ത് പറ്റി? എനിക്ക് നിങ്ങൾ അറിയത്തില്ല. വിഷയം തീർന്നല്ലോ. നമ്മൾ എന്തിനാപ്പാ നീ എന്നോട് അത് ചെയ്തല്ലോ, ഞാൻ നിന്നോട് തിരിച്ചു ചെയ്യുമെന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഇവനെ നമ്മൾ 135 ഒരാളായിട്ട് മാറ്റുന്നേ. നമുക്ക് അറിയാവുന്ന 2000 ഒരാളെ കൂടെ അങ്ങ് കുറയ്ക്കുക. അതാ സ്വർഗത്തിൽ പാൻ നല്ല വഴി. നമ്മൾ വിദ്വേഷം വെച്ച് വൈരാഗ്യം വെച്ച് എന്നോട് ചെയ്തതിന്റെ ബാക്കി ഞാൻ തിരിച്ചൊന്ന് ചെയ്തിട്ടേ പോകത്തുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ സ്വർഗം നഷ്ടപ്പെടും. റിയലി ഞാൻ പറയുക. കാരണം നമുക്ക് ഈ വൈരാഗ്യവും വിദ്വേഷവും ഒന്നും വെച്ചോണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരെ കർത്താവ് സ്വർഗത്തിലോട്ടിട്ട് എടുക്കത്തുമില്ല. ശ്രദ്ധിച്ചേ, അന്ത്യകാലത്ത് മനുഷ്യൻ സ്വസ്നേഹികളും അടുത്തതെന്താ? ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും. ആരോട് വായിക്കുന്നേ? നീയാണോ വായിക്കുന്നത്? അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും. ഇതാ മോളെ കോമ്പി അടിച്ചാൽ ഇണങ്ങാത്തവരും ഏഷണിക്കാരും. അവള് പുതിയ ബൈബിൾ എഴുതുക. ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണ ദേശികളും. വായിക്കണം മലയാളത്തിൽ. ദ്രോഹികളും ദാസ്യക്കാരും നിങ്ങളല്ല നിഗളികളുമായി. ശ്രദ്ധിക്കാം ആ വാക്ക് പോലും ശ്രദ്ധിച്ചേ. ഈ രൂപഗുണങ്ങൾ നിന്റെ അകത്തുണ്ടെങ്കിൽ നീ ആരാണ്? ദൈവപ്രിയം ഇല്ലാത്തവനാണ്. വേഷം കെട്ട് പറ്റും, വെള്ളയുടുപ്പ് പറ്റും, ക്ലീൻ ഷേവ് പറ്റും, തുള്ളലും ചാട്ടവും അന്യഭാഷയും പറ്റും. പക്ഷെങ്കിൽ എന്തില്ല? ദൈവപ്രിയം അകത്തില്ല. പാടില്ല ദൈവമക്കളെ, പാടില്ല. ഇത് കളിയെടുക്കല്ല. ഞാൻ തീർത്തും പറയുക, നമ്മൾ ഇവിടെ മിടുക്കരാകും.
നമ്മൾ ഇവിടെ മിടുക്കരാകും. നീ ഇവിടെ വലിയ പുള്ളിയായിരിക്കാം, നീ ഇവിടെ കലക്കി ഇളക്കി മറിച്ചെന്നിരിക്കാം, നീ ഇവിടെ വലിയ സൂത്രങ്ങളും ഗാത്രങ്ങളും ഗോത്രങ്ങളും ഒക്കെ പണിതെന്നിരിക്കാം. പക്ഷെ നിന്നെ ദൈവം എണ്ണിയിരിക്കുന്നത് ദൈവപ്രിയമില്ലാത്തവന്റെ കൂട്ടത്തിലാണ്. കളിയെടുക്കല്ല. ഈ ലോക ജീവിതത്തിൽ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, നമ്മളുടെ ജീവിതം നമുക്ക് മറ്റൊന്നും നേടാൻ പറ്റിയില്ലെങ്കിലും ദൈവപ്രിയം നഷ്ടപ്പെടുന്നത് നമ്മുടെ അകത്തുനിന്ന് ഉത്ഭവിക്കരുത്. പാപത്തിനു പരിഹാരമുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിച്ച് മടങ്ങി വരാം. പക്ഷെ ദൈവവുമായി നമ്മൾ ദ്വന്ദ്വ യുദ്ധത്തിന് ഇറങ്ങിയാൽ, തിരുവനന്തപുരം വാക്യം പറഞ്ഞുണ്ട്, നിന്നെ വഴി കാണിക്കുന്ന ദൂതനോട് നീ വഴിയിൽ വിഘടിക്കരുത്. ഒതുങ്ങിയില്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഞാനൊരു കാര്യം തീർത്തും പറയാൻ, വേണ്ടാത്ത ഇടത്തു നിന്ന് നമ്മൾ മാറി നിൽക്കണം. നമ്മളത് ചെയ്യരുത്. നമ്മളെ ബാധിക്കാത്തത്, നമുക്ക് വേണ്ടാത്തത് നമ്മൾ മാറി നിൽക്കണം. കാരണം ഈ ഭൂമിയിലെ അല്പത്തരമല്ല നമ്മുടെ ബാലൻസ് നിത്യതയാണ്. നമുക്കിവിടെ എന്തെങ്കിലും ആകാനല്ല, നമുക്കിവിടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഷൈൻ ചെയ്യാനല്ല, നമ്മൾ വലിയ വർഷിപ്പ് ലീഡർ ആണെന്ന് കാണിക്കാനല്ല, നമ്മൾ വലിയ പ്രസംഗകനാണെന്ന് കാണിക്കാനല്ല, ഞാൻ വലിയ പാസ്റ്റർ ആണെന്ന് ഷോ കാണിക്കാനല്ല, ഞാൻ പള്ളിയിലെ വലിയ ആളാണെന്ന് ഷോ കാണിക്കാനല്ല. ആരും നമ്മളെ അറിഞ്ഞില്ലെങ്കിലും, ഒരിടത്തും നമ്മുടെ പേര് ഓർക്കപ്പെട്ടില്ലെങ്കിലും, ആരും നമ്മളെ മുൻനിരയിൽ കൊണ്ടുവന്നില്ലെങ്കിലും, നമ്മൾ ചർച്ചിൽ ഏറ്റവും തഴയപ്പെട്ടു പോയ വ്യക്തിയാണെങ്കിലും, പകൽക്കാലം ദൈവസന്നിധിയിൽ അവൻ കേട്ട ദൂതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ഉടഞ്ഞു പോയിട്ടും നമ്മളെ എടുത്തെറിയാൻ ദൈവ സാന്നിധ്യം പലപ്പോഴും ഈ കുശവൻ ഈ പാത്രം മെനയുമ്പോഴും ഉടഞ്ഞു പോയിട്ടും കുശവനുണ്ടല്ലോ എടുത്തെറിയാതെ തന്റെ മാർവോട് ചേർത്ത് വെച്ച് അത് നല്ല പാത്രമാകുന്നിടം വരെയും മെനയുവാൻ തനിക്ക് സ്നേഹമുണ്ടായിരുന്നു. ഒരിക്കൽ ഇന്ന് രാത്രി നമുക്ക് വേണ്ടിയത് ആരുടെയും അപ്രീസിയേഷൻ അല്ല, നമുക്ക് വേണ്ടിയത് ആരുടെയും അക്സെപ്റ്റൻസ് അല്ല, നമുക്ക് വേണ്ടിയത് ആരുടെയും അഡോറേഷൻ അല്ല. മനുഷ്യൻ പുകഴ്ത്തുന്നവനല്ല, ദൈവം പുകഴ്ത്തുന്നവനത്രേ കൊള്ളാവുന്നവൻ. നിനക്ക് മസിൽ പവർ കാണും, നിനക്ക് വാക്ചാതുര്യം കാണും, നിനക്ക് പ്രസന്റേഷൻ സ്കില്ല് കാണും. എന്നാൽ അതൊന്നുമില്ലാത്ത ഒരു സാധുവിനെ ചേർത്തു നിർത്തുന്ന ദൈവസ്നേഹമുണ്ട്. ഇന്ന് രാത്രി നമുക്ക് വേണ്ടിയത് ദൈവപ്രിയമാണ്, നമുക്ക് വേണ്ടത് ഈ ഭൂമിയിൽ മറ്റൊന്നുമല്ല. അത് മതി നമുക്ക്. ആര് നമുക്കെതിരെ ചലിച്ചാലും, എന്തൊക്കെ പദ്ധതികൾ നമുക്കെതിരെ നടന്നാലും, if God is for us, no one can be against us. കർത്താവ് നമുക്ക് അനുകൂലമാണെങ്കിൽ നിന്റെ ഒരു ഗൂഢസൂത്രക്കാരനും നിനക്കെതിരെ പദ്ധതി ഇടുന്ന ഒരു പദ്ധതിക്കാരനും പണിയുമായിട്ട് മുമ്പിലോട്ട് പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം God is a righteous judge. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. നമ്മളെ അളന്നു നോക്കി, നമ്മളെ തൂക്കി നോക്കി, ഞാൻ പിന്നെയും പറയട്ടെ, നമ്മുടെ ഹൃദയത്തിന്റെ നിർമ്മലത നോക്കി നമുക്ക് പ്രതിഫലം പകർന്നു തരുന്ന ഒരു നല്ല പിതാവാ നമുക്കുള്ളത്. നമുക്ക് വേണ്ടിയത് സ്ഥാനമാനങ്ങളല്ല, നമുക്ക് വേണ്ടത് പേരും പെരുമയുമല്ല. നമ്മളെ ആരും അറിയണ്ട. നമ്മൾ ഈ ചർച്ചിലെ ഏറ്റവും ലീസ്റ്റ് ആയിക്കൊള്ളട്ടെ, പാസ്റ്റർ ശ്രദ്ധിക്കാത്ത, പാസ്റ്റർ കരുതാത്ത വ്യക്തി ആയിക്കൊള്ളട്ടെ, കമ്മിറ്റി കരുതാത്ത വ്യക്തി ആയിക്കൊള്ളട്ടെ, കേറി നിന്ന് രണ്ട് വാക്ക് പറയുവാൻ കഴിവില്ലാത്ത വ്യക്തി ആയിക്കൊള്ളട്ടെ. Let that be our identity. കാരണം നമ്മൾ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഇവിടെ കഴിവില്ലാത്തവരെന്ന പേരാണ് നല്ലത്. അത് മതിയെ. നമുക്ക് എന്തിനാ ഒരു പ്രൊജക്ഷൻ? നമ്മളെന്തിനാ 10 പേര് അറിയുന്നേ? വേണ്ടാന്നേ. ഓക്കെ, വാക്യം എത്ര ക്ലിയർ ആണെന്നറിയാമോ? ദൈവപ്രിയം ഇല്ലാതെ. അടുത്ത വാക്ക് ഭോഗപ്രിയരായി. അടുത്ത വാക്ക് ഭക്തിയുടെ വേഷം ധരിച്ച്.
ഓ, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ കെടുത്തുന്ന എന്തുവാ നമ്മുടെ അകത്തെ ദുഷ്ടത? എന്നതാ നമ്മുടെ അകത്തെ ദുഷ്ടത? എല്ലാം മനസ്സിലായോ? നമ്മുടെ അകത്തെ ദുഷ്ടത എന്നതാണെന്ന് മനസ്സിലായോ? നമ്മളെ നരകത്തിലോട്ട് വിടുന്ന സാധനങ്ങളുടെ പേര് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മളെ അടർത്തി മാറ്റി കളയുന്ന കർത്താവിന്റെ കൃപയ്ക്കകത്ത് നിന്ന് നമ്മളെ വെളിയിൽ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ജോലി കിട്ടുന്നതിൻ്റെ അകത്തോ, നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നതിൻ്റെ അകത്തോ, നമുക്ക് വലിയ വീട് കിട്ടുന്നതിൻ്റെ അകത്തോ, നമ്മുടെ സാലറിയുടെ അക്കങ്ങൾ കൂടുന്നതിൻ്റെ അകത്തോ, നമുക്ക് ലോറി മേടിക്കുന്നതിൻ്റെ അകത്തോ ഒന്നും പിശാചിന് നമ്മളോട് ഒരു ശത്രുതയില്ല. പിശാചിന്റെ ശത്രുത എന്തുവാ? നമ്മള് സ്വർഗത്തിൽ പോകുന്നില്ല നമ്മളോട് ശത്രുത. നമ്മൾ ചുമ്മാ ചിന്തിക്കല്ലേ, നമ്മുടെ ചിന്ത പിശാച് പോരടിച്ചു, എന്റെ ജോലി വേണ്ട, എന്റെ ജോലി കളഞ്ഞു, എന്റെ നന്മ കളഞ്ഞു, നാളുകളായി വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിശാച് ചുമ്മാ തന്നെ. ഓ, ഹി ഈസ് ഹാപ്പി. നമ്മളെ ഇതിന്റെ അകത്തൂടെ ഒക്കെ കൊണ്ട് ഓടിച്ചു വിട്ട് നമ്മളെ അങ്ങ് ദൈവത്തിന് അകറ്റതിന്റെ അകത്ത് പിശാചിന് സന്തോഷമേ ഉള്ളൂ. പിന്നെ എന്തുവാ പിശാചിന് നമ്മളോടുള്ള എതിർപ്പ്? നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടെ വീട്ടിലോട്ട് ഒരു ഗസ്റ്റിനെ വിടുക, ഒരിക്കലും ഇല്ലാത്ത തിരക്ക് സൺഡേ രാവിലെ വരിക, എന്നിട്ട് രാവിലെ പറയാം ഞാൻ ഒരുങ്ങിപ്പോയി, കൊച്ചിനെ ഒരുക്കാൻ താമസിച്ചു. എന്തൊക്കെ കാര്യങ്ങളെ രാവിലെ കൊണ്ടുവന്ന് ചർച്ചയിൽ കൊണ്ട് ഇറക്കുന്നതെന്നല്ല. കൊച്ചു ഛർദിച്ചു, ഈ ഞായറാഴ്ച ഈ കൊച്ചിന് മുട്ടയെല്ലാം കൂടി കുത്തിക്കേട്ടേണ്ട ആവശ്യമുണ്ടോ? കൊച്ചു ഛർദിച്ചത്. ഞാൻ നിന്റെ കാര്യമാ പറഞ്ഞത് ജോഷുവ. നമുക്കിതിന്റെയൊക്കെ ഞാൻ ചോദിക്കട്ടെ, നമുക്കറിയത്തില്ല ഇത് ഞായറാഴ്ചയാ നാളെ? ചിലരൊക്കെ നമുക്ക് കുറ്റം പറയാതെ നോക്കത്തില്ല, അവർ ജോലിക്കും അങ്ങനെ വന്നു. അല്ല, നമുക്ക് പറയാം നീ ജോലിക്ക് സമയത്ത് പോകുമല്ലോ, ചർച്ചിലെത്തിയ സമയത്ത് ഒരു ജോലിക്കും അങ്ങനെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും. We must be very clear. നമുക്കുണ്ടല്ലോ നമ്മൾ നിത്യതയോടുള്ള ബന്ധത്തിൽ നമുക്ക് മറ്റെന്തിനേക്കാളും വലുതാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും നാൾ നടന്നിട്ട് കർത്താവ് ഇന്ന് രാത്രി വരിക, നമ്മൾ പോയില്ലെന്നൊരിക്കലും. എടാ, ഇത് ഒട്ടും തണുപ്പ് വരുന്നില്ല. നമ്മൾ ഈ പുസ്തകമൊക്കെ പിടിച്ചോണ്ടേ വലിയ പുള്ളിയായിട്ടേ നടന്നിട്ട് ഇന്ന് രാത്രി കർത്താവ് വരിക, നമ്മൾ പോയില്ലെന്നൊരിക്കലേ ഇല്ലേ? നമ്മൾ പോയി എത്ര 25 നമ്മൾ പോയില്ലെന്നൊരിക്കലും എന്തോ സംഭവിക്കുന്നത്? നാളെ ഇവിടുത്തെ ജാതികളെല്ലാം കൂടെ നമ്മളെ കാലിലെടുത്തു. ആരെങ്കിലും നമ്മൾ നനച്ചേക്ക് എന്തോ സുഖമായിരിക്കുമെന്നറിയോ? വേഷം കെട്ടി നടന്ന അച്ചാനും ഞങ്ങളോട് നരകത്തിലുണ്ടെന്ന്. നമുക്ക് മറ്റൊന്നുമല്ല, നമ്മുടെ അകത്തു നീ ദൈവപ്രസാദം ദർശിക്കണം. Let God please in us. അതാ നമ്മൾ വളരെ ശ്രദ്ധിക്കണേ. ഈ ആദ്യം ഒരു കുർബാന നടക്കുക, ഒന്നാമത്തെ കുർബാന എവിടെ? ഏദൻ തോട്ടത്തിൽ നിന്ന് വെളിയിൽ വന്നിട്ട് ആരൊക്കെയാ? കായനും ആബേലും കൂടെ ഒന്നാമത്തെ കുർബാനയാ. എന്നാ സംഭവിച്ച കുർബാനയ്ക്കകത്ത്? ആടിന്റെ അത് ഈ കെയിൽ പ്രസാദിച്ചില്ല. എന്തുകൊണ്ടാ പ്രസാദിക്കാഞ്ഞേ? കൈൻ തന്റെ, അങ്ങനെ തന്നെയാ ബൈബിള്, ദുഷ്ടതയിൽ നിന്ന്. ഓ, നിങ്ങൾ ആ വാക്കും ശ്രദ്ധിച്ചേ. കൈൻ തന്റെ ദുഷ്ടതയിൽ നിന്ന് കൊണ്ടുവന്നു. എന്റെ പൊന്നു പോലെ, നീ ഒരുമാതിരി ഈ പാസ്റ്ററെ പ്രാഗി ഈ മനുഷ്യൻ ഇങ്ങനെ നലിക്കുന്നില്ല, എങ്ങനെ എന്തെങ്കിലും കൊടുക്കാതിരിക്കുന്നത്? നാളെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയാൻ പോവാം, അതുകൊണ്ട് ഇനി ഞാൻ ഇതൊക്കെ പറയാതെ, നാളെ ഇതൊന്നും പറയല്ലേ. ഈ മനുഷ്യൻ അല്ലേ, ആ ദുഷ്ടതയ്ക്ക് അവനും ചിരിക്കുക. ഈ ദുഷ്ടതയ്ക്ക് അകത്തുന്ന നമ്മൾ നാളെ അങ്ങനെ വല്ലതും നാളെ പേപ്പറിൽ എഴുതിയാൽ നമ്മുടെ അകത്ത് എന്ത് വരല്ലേ? ദുഷ്ടതയ്ക്കകത്തും ഈ മനുഷ്യന്റെ തലയ്ക്കരി എന്തുവേലും ഒന്ന് തലയെ തല്ലിയേക്കാന്ന് ഓർത്താ ചെയ്യരുത്. അതല്ല നമുക്ക് വേണ്ടിയേ. ഓക്കെ, ആബേലൊരു കാഴ്ച കൊണ്ടുവരും ദൈവസന്നിധിയില്. അവരെത്ര സന്തോഷത്തോടാണെന്നറിയോ? ആ ദൈവത്തിന് കൊടുക്കാനുള്ള ഒരു സ്നേഹത്തിൽ, ആ ദൈവത്തിന് അവനെ നോക്കി പറയാ, ദൈവം 2 വാക്ക് അവിടെ പറയാം. ദൈവം ഏബലിനും അവന്റെ യാഗത്തിനും പ്രസാദിച്ചു, അവനിലും
അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. അല്ലേ? ഞാൻ ചിന്തിക്കുക, യാഗവസ്തുവിനേക്കാൾ ദൈവം പ്രസാദിച്ചത് യാഗം കഴിക്കാനുള്ള ആ മനസ്സിനെയാണ്. അല്ലേ? നമ്മള് ദുഷ്ടതയാകല്ലോ. പിന്നീട് നമ്മൾ പുറകിലോട്ട് വായിച്ചു വരുന്ന പലയിടങ്ങളിലും കൈനെ കുറിച്ച് പറയുന്നത്, കൈയും തന്റെ ദുഷ്ടതയിൽ നിന്ന് ദൈവത്തിന് കൊടുത്തു. യാലിച്ച് അവൻ കൊടുക്കുമ്പോ ഞാൻ എങ്ങനെ കൊടുക്കാതിരിക്കുന്നത്? അവൻ 1000 എഴുതിയപ്പോ ഞാൻ 1500 എഴുതണ്ടേ? ആ പാവം പിടിച്ചവൻ 1000 എഴുതിയത് നല്ല മനസ്സോടെയും നമ്മൾ ഈ 1500 എഴുതിയത് ദുഷ്ടതയോട്. നാളെ നിങ്ങൾ 1000 1500 നിങ്ങൾ 1,00,000 മേലെ എഴുതിക്കണം. നാളെ പേപ്പർ വരുമ്പോ നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുക. രാത്രി നോക്കിയേ, ഈ ഒരു ഭാഗം നമ്മൾ ആഴമായിട്ടൊന്ന് ചിന്തിക്കണം. 9-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യത്തിൽ ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്നവരും പാതാളത്തിലോട്ട് പോകും. ഇവിടെയാ സംഭവിക്കുന്നത്. എന്താ നമ്മുടെ അകത്ത് നിന്ന് ദൈവം പ്രസാദിക്കാത്ത, അതെ, ദൈവസ്നേഹത്തിൽ നമ്മളെ മാറ്റിക്കളയുന്ന ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവർ. താഴോട്ട് വായിച്ചു വരുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞാൻ നമ്മുടെ വിഷയത്തിലോട്ട് തിരിച്ചു വരും. ഞാൻ ഈ വാക്യത്തെ ഒന്ന് ഡിഫൈൻ ചെയ്തതാ. എന്നാ ദുഷ്ടത? എന്നതാ നമ്മുടെ അകത്തുനിന്ന് വരുന്ന ദുഷ്ടത? നമ്മുടെ അകത്തുനിന്ന് ഒത്തിരി ദുഷ്ടഫലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ? അല്ലേ? നമ്മുടെ അകത്തുനിന്ന് ഇങ്ങനെ അങ്ങ് പുറപ്പെടും. നമ്മൾ തന്നെ ഇടയ്ക്കൊക്കെ പല്ല് കടിക്കത്തില്ലേ? അല്ലേ? ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് പല്ലൊക്കെ കടിക്കും, ഇല്ലേ? ചിലപ്പോ എനിക്ക് മാത്രമുള്ളതായിരിക്കും. നിങ്ങളൊക്കെ വിശുദ്ധന്മാരായതുകൊണ്ട് അല്ലെ? നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു പല്ല് കടിക്കില്ലേ? നീ സത്യം പറ, ഇടയ്ക്കൊക്കെ പല്ല് കടിക്കാറില്ലേ? നീ ഇടയ്ക്ക് എന്നെ നോക്കി കടിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അങ്ങോട്ട് അല്ലേ? നമുക്കൊക്കെ ഇടയ്ക്ക് ഒരു പല്ലുകടിയൊക്കെ നമുക്ക് ഉണ്ടാകും അല്ലേ? നമ്മളത് എന്തിനാണ് എന്താ ചോദിക്കുന്നത്? ശരിയാ, നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ഒത്തിരി കുറവുകളും നമ്മുടേതാകുന്ന ആ മനസ്സിൻ്റെതാകുന്നതൊക്കെ ഉണ്ടാകും. ഞാൻ ചോദിക്കുന്നത്, ഇതിനൊക്കെ നമുക്കൊരു മാറ്റം വരുത്തിക്കൂടെ? അല്ലെ? നമ്മൾ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന ഉടനെ നമ്മൾ ചുമ്മാ കേട്ടിട്ട് വെറുതെ ഇറങ്ങിപ്പോകുന്നതിന് അങ്ങേപ്പുറത്ത് കർത്താവേ, എന്റെ അകത്തെ ചില കുറ്റങ്ങളെയും കുറവുകളെയും ഒക്കെ, ചില തിരുത്തലുകളെയും ഒക്കെ ഞാൻ തിരുത്താനൊന്ന് തയ്യാറാണെന്ന് ഒന്ന് പറയുവാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അതോ വെറുതെ ഇവിടെ വന്ന് ഇത് കേട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്? അല്ല, ഇതിനങ്ങേപ്പുറത്ത് ഓക്കെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവജനമേ, ഈ നരകമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ നമ്മൾ വായിച്ചു, അത് എങ്ങനെ വിശാലവും ആഴമേറിയതും വളരെ വിശാലമേറിയതും. ഭീകരത നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി വേണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുവാൻ. ഈ ഭീകരതയിൽ നിന്ന് ദൈവം തന്റെ പുത്രനെ അയച്ച് നമ്മളെ രാജ്യത്തിന്റെ മക്കളും അവകാശികളുമാക്കി തീർന്നു. ആ ഒരു സ്നേഹം നമുക്ക് നമ്മുടെ ദൈവത്തോട് ഉണ്ടാകണം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ശ്രദ്ധിക്കണമേ, നരകത്തിന്റെ ഭീകരതയോർത്തല്ല ദൈവത്തെ സേവിക്കേണ്ടത്. ഈ ക്രൂര നരകത്തിനകത്തു നിന്ന് എന്നെ രക്ഷിക്കുവാൻ എനിക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതിയുടെ മാഹാത്മ്യം ഓർത്ത്, എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠമായ നിത്യത ഓർത്ത് വേണം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തെ സ്നേഹിക്കണം. നമ്പേഴ്സ് 16-ാമത്തെ അധ്യായം, സംഖ്യാപുസ്തകം 16-ാമത്തെ അധ്യായം, അതിന്റെ 26 മുതൽ 33 വരെ ഒന്ന് വായിച്ചാട്ടെ. നമ്പേഴ്സ് 26:33. ഇതിന്റെ ഒരു ഉദാഹരണമാണ്. ദൈവത്തെ മറക്കുന്നവരും ദുഷ്ടന്മാരും എങ്ങോട്ട് പോകും? പാതാളത്തിലോട്ട് പോകും. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമ്പേഴ്സ് 16 26 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. വളരെ സുപരിചിതമാണ് ഈ വിഷയം. അതല്ലല്ലോ, അവൻ സഭയോട് ഈ ദുഷ്ട മനുഷ്യരുടെ നമ്പേഴ്സ് സംഖ്യാപുസ്തകം 16 നമ്പേഴ്സ് 16 26 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ അവർ വായിക്കുന്നത്. അവൻ സഭയോട് ഈ ദുഷ്ട മനുഷ്യരുടെ സകല പാപങ്ങളാൽ നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടത്. നോക്കിയേ, എന്തുവാ? നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ആ വാക്കുകൾ. പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന വാക്കുകളാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അവൻ സഭയോട്
ഈ ദുഷ്ട മനുഷ്യരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുകയും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ആഴമായ ചില ദൂതുകളാ ഇന്ന് രാത്രി കൈമാറുന്നത്. ഞാൻ ആഴമായ ചില ദൂതുകൾ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ആഴമായ ചില ആലോചനകൾ ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് കൈമാറുകയാണ്. പരിശുദ്ധാത്മാവ് വ്യക്തമായ ഒരു ദൂത് കൈമാറുകയാണ്. ഈ ദുഷ്ട മനുഷ്യരുടെ ദുഷ്ടത നിമിത്തം നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? അവന്റെ കൂടാരത്തിന്റെ അടുത്തുപോലും നിൽക്കണം. അവർക്കുള്ള യാതൊന്നിനെയും തുടരുതെന്ന് പറഞ്ഞു. അവർക്കുള്ള യാതൊന്നിനെയും തുടരുതെന്ന് പറഞ്ഞു. നോക്കിയാൽ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. നമ്മുടെ കൂടെ കുഞ്ഞായ്മയ്ക്കും കുശുമ്പിനും, നമ്മുടെ കൂടെ സഹോദരനിട്ട് പാലം വലിക്കാനും, നമ്മുടെ കൂടെ അണ്ടർഗ്രൗണ്ട് പണി പണിയാനും 100 പേര് കൂടും. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ആലോചന പറയുക. കോരഹിനെയും കോരഹിന്റെ പുത്രന്മാരെയും കൂട്ടുകാരെയും ഇറക്കി വാ തുറന്ന് ഇറക്കിക്കളഞ്ഞ ദൈവത്തിന്റെ ക്രോധം മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തവും വ്യക്തവുമായിട്ട് രാത്രി നമുക്കൊരു ആലോചന കൈമാറുകയാണ്. എന്താണെന്നറിയാമോ? ദുഷ്ടത പ്രവർത്തിക്കുന്ന അവനോടും അവന്റെ കൂടാരത്തിനോടും നീ അടുക്കരുത്. അവന്റെ ഒരു സാധനത്തിലും നീ തുടരുത്. എന്റെ കുഞ്ഞെ, നിന്റെ കൂട്ടായ്മ ഇവരുമായിട്ട് അരുത്. എന്റെ കുഞ്ഞെ, നിന്റെ നാവ് ഇവരുടെ കൂടെ നീ ചലിപ്പിക്കരുത്. ഇവരുടെ കൂടെ നീ കോൺസ്പിറസിക്ക് കൂട്ടുചേരരുത്. ഇവരുടെ കൂടെ നീ സംസാരത്തിന് കൂട്ടുകൂടരുത്. ഇവരുടെ കൂടെ നീ കൈത്താങ്ങലിന് നിൽക്കരുത്. ഇവന്റെ കൂടെ നീ ഒരു കൂട്ടായ്മയ്ക്കും പോകരുത്. പോയാൽ നീ അറിയാത്ത ഒരു സമയം അവരെ വിഴുങ്ങുവാൻ ഭൂമി വാ പിളർത്തും. പിളർത്തുമ്പോ പറ്റുന്നതെന്നാണെന്നറിയാമോ? നീയും അതിൻ്റെ അകത്ത് പെട്ടുപോകും. രക്ഷപ്പെടത്തില്ല. ഇന്ന് രാത്രി ഞാൻ അടിവരയിട്ട് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ പറയുക, വേണ്ടാത്ത പരിപാടികൾക്ക് വേണ്ടാത്തവനുമായി ദൈവസഭ കൂട്ടുകൂടരുത്. ദൈവമക്കൾ കൂട്ടുകൂടരുത്. കൂടിയാൽ ഭൂമി പിളരുന്ന ഒരു ദിവസമുണ്ട്. അവന്റെ കുടുംബത്തെ വിഴുങ്ങുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മളും അതിന്റെ അകത്ത് അകപ്പെട്ടു. കാലിയെടുക്കല്ലേ, വെളച്ചിലെടുക്കല്ലേ. മാറി നിൽക്കേണ്ടിടത്തുനിന്ന് നമ്മൾ മാറി നിൽക്കണം. നിനക്ക് മത്സരിയായ കോരഹിനെ തിരിച്ചറിയാൻ നിനക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ, കോണം വരാത്തോനെ തിരിച്ചറിയാൻ നിനക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ എന്തോ ആത്മീയനാണ്. ഇത് പറ്റിയൊരു വാക്യം കിടപ്പുണ്ട്. എവിടെ അറിയാമോ? 50-ാം സങ്കീർത്തനത്തിൽ എന്താ പറയുന്നേ? 50-ാം സങ്കീർത്തനത്തിലോട്ട് തോന്നേ, എളുപ്പം. നമ്മൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ചില കൂട്ടുകെട്ടുകൾക്കകത്ത് നമ്മൾ അകപ്പെട്ടു പോകും. അകപ്പെട്ടു പോയാൽ നമ്മുടെ നിത്യതയെ അത് ബാധിക്കും. 16-ാമത്തെ വാക്യം. നിങ്ങൾ എഗെയിൻ ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു. ആരോടാ? ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു. അടുത്ത വാക്ക്, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്തു കാര്യം? അടുത്ത, നീ ശാസനയെ വെറുത്തു എന്റെ വചനങ്ങളെ. ഒരു ദൈവപ്രീതിയും ഇല്ലാതെ, നമ്മൾ മുമ്പേ കേട്ട ഒരു ദൈവപ്രസാദവും ഇല്ലാതെ ദുഷ്ടതയ്ക്കകത്തുനിന്ന് യാഗവും കൊണ്ടുവന്ന്, ദുഷ്ടതയ്ക്കകത്തുനിന്ന് ആരാധനയും കൊണ്ടുവന്ന്, ദുഷ്ടതയ്ക്കകത്തുനിന്ന് ഞായറാഴ്ച രാവിലെ പള്ളി വന്ന് വേഷം കെട്ടി കോലം കെട്ടി ഞാനും നിങ്ങൾ ഇവിടെ വെറും 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 പ്രഹസനക്കാരായി മാറിയ, നമ്മൾ വെറും പ്രഹസനക്കാരായി മാറിയ പാടില്ല. ദൈവം പാടില്ല. നമ്മൾ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല. പിന്നെയോ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ മാറണം. വേണ്ടാത്തതിനെ മുറിച്ചു കളയണം.
ആത്മീകമല്ലാത്തതിന്റെ കൂട്ട് പാടില്ല. ഞാൻ പറയാം, ചിലതുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ സകല നന്മകളെയും മുടിച്ചു കളയുമെന്ന് മാത്രമല്ല, നമ്മുടെ അനുഗ്രഹങ്ങളെ തടയുമെന്ന് മാത്രമല്ല, നമ്മുടെ ആയുസ്സിനെ പോലും അത് ബാധിക്കും. കാരണം നമ്മൾ വായിച്ച വേദഭാഗം അതാ, കോരഹിന്റെ വിഷയത്തിൽ ദൈവം സംസാരിക്കുന്ന എങ്ങനാ അവനുള്ളതിനെ തുടരുക, അവന്റെ കൂടാരത്തിന്റെ അടുത്തുപോലും നിൽക്കരുത്. നോക്കി, അങ്ങനാണെന്നൊരിക്കൽ വേണ്ടാത്ത ചില കൂട്ടുകെട്ടുകൾ, വേണ്ടാത്ത ചില ബന്ധങ്ങൾ, ഇവരോടുള്ള ചില അടുപ്പങ്ങൾ നമ്മുടെ നന്മ തടയുമെന്ന് മാത്രമല്ല, ഭൂമി വായ് വിളർത്തുമ്പോൾ നമ്മൾ പോയി അത് വിട്ടുപോകും. അതുകൊണ്ടാണ് ഈ നരകം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, നമ്മൾ ഇരിക്കുന്ന 7-ാം കൽപ്പന ലംഘനവും വല്ലവരെയും കുത്തിക്കൊന്നതും ഇതൊക്കെ കൊണ്ട് മാത്രമാണ് നമ്മൾ നരകത്തിൽ പോകുന്നത്. ഒന്നുമല്ല. നമ്മളെപ്പോഴും ചിന്തിക്കണം, നമുക്ക് പാപമാണെന്ന് ഒരിക്കലും തോന്നാത്ത ഒത്തിരി പാപങ്ങൾ നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. നമുക്ക് പാപമാണെന്ന് തോന്നാത്ത ഒത്തിരി പാപങ്ങൾ നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. നമ്മൾ തുടച്ചു മാറ്റണം. ദൈവം നമുക്ക് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ നമുക്ക് നമ്മളെ എടുത്ത് കളയാതെ ദൈവം ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെ കുറിച്ചൊരു പദ്ധതി കൊണ്ടുവന്നു. രാത്രി ഇതിന്റെ അകത്ത് ഇരിക്കുന്ന സകലരും ചിന്തിക്കണം, എന്നെയും നിങ്ങളെയും കുറിച്ച് കർത്താവിന് വ്യക്തമായ ഉദ്ദേശം. നമ്മൾ സാധാരണക്കാരല്ല. വി ആർ നോട്ട് ഓർഡിനറി പീപ്പിൾ. നമ്മൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ സന്ധ്യയ്ക്ക് ഈ പട്ടണത്തിൽ കൂടി കൂത്താടി നടക്കേണ്ടവരാ. ഇന്ന് പട്ടണത്തിൽ കൂടി നമ്മൾ വായി നോക്കാൻ ബൈക്കിലും കാറിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടവരാ. ഇന്ന് ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ പോയി ഇന്ന് വൈകിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കേണ്ടവരാ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർക്കിലോ സിനിമാ തിയേറ്ററിലോ പോയി ഇരിക്കേണ്ടവരാ. അല്ലെ ഏതെങ്കിലും ഒരു മാളിൽ കൂടി ഇന്ന് രാത്രി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നോ, നമ്മളെ ആ കൂട്ടത്തിൽ എഴുതി തള്ളിയവരല്ല. ഒടഞ്ഞിട്ടും വാരിക്കൂട്ടി വെളിയിൽ കളയാതെ അകത്ത് വെച്ച് പണിയുന്ന നാഥൻ ഇന്ന് പണിതുകൊണ്ടിരിക്കുകയാണെന്നൊരിക്കൽ എന്നെയും നിങ്ങളെയും കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. We are not ordinary people and we never have an ordinary call. ദൈവം നമ്മളെ ഒരു എക്സ്ട്രാ ഓർഡിനറി കോൾ കൊണ്ടാണ് വിളിച്ചിരിക്കുന്നത്, അല്ലെ? തന്റെ ബലത്താലും തന്റെ മഹത്വത്താലും തന്റെ വല്ലഭത്വത്താലും ജാതീയ കെട്ടുകളെ പൊട്ടിച്ച് പാരമ്പര്യ ശക്തികളെ പൊട്ടിച്ച് നമ്മളെ വെളിയിൽ കൊണ്ടുവന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. അവന്റെ വലിയ ഉദ്ദേശം. നമുക്ക് 50-ാം സങ്കീർത്തനം പറയാ, എന്നാൽ ദുഷ്ടനോട് നീ ശാസനയെ വെറുത്തു, എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. അടുത്ത വാക്ക്, കള്ളനെ കണ്ടാൽ നീ അവൻ അനുകൂലപ്പെടുന്നു. ആത്മീയനോട് ഒരു കൂട്ടുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊരു പറഞ്ഞിട്ടുണ്ട്, കന്നി എന്നാല് കന്നും കൂട്ടത്തിലേ ചേർത്തുള്ളൂ. നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ മുറിച്ചു കളയണം. വേണ്ടപ്പാ, അങ്ങനത്തെ ഒരു ബന്ധം നമുക്ക് വേണ്ട. അങ്ങനത്തെ ഒരു കൂട്ട് നമുക്ക് വേണ്ട. ഇത് നമ്മുടെ നിത്യതയാ കളയുന്നില്ല. നമ്മുടെ നിത്യതയാ. എന്റെ ഫാദറിലോ എന്നോട് എപ്പോഴും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ദൈവം ശപിച്ചവനെ നമ്മൾ ചുമക്കല്ല. ചിലവനെ ദൈവം ഒന്ന് തട്ടിക്കളയല്ലോ, അവനെ നമ്മൾ എടുത്ത് നന്നാക്കാൻ പോവല്ല. ചെയ്യരുത്. നീ കള്ളനെ കണ്ടാൽ നീ അവൻ അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. അന്നേരം ദോഷം പറയുന്നത് ദുഷ്ടതയാണ്. നമ്മൾ ചെയ്യല്ല, നമ്മുടെ വായ ഇട്ട് കൊടുക്കല്ലേ. നിനക്ക് എന്തായാലും മുഖത്ത് നോക്കി പറ. നമ്മൾ ദോഷം പറയാൻ ചെയ്യല്ലേ, നമ്മുടെ വായ നമ്മൾ ഇട്ട് കൊടുക്കരുത്. അടുത്ത വാക്യം, നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. നിന്റെ നാവ് എന്ത് ചെയ്യരുത്? വഞ്ചന പിണക്കരുത്. നമ്മൾ പറയാം, നമുക്കറിയാൻ വയ്യാത്ത ഒരു കഥയും നമ്മൾ പറയും. എന്റെ പൊന്നപ്പ നീ ചെയ്തോ, നീ മേടിച്ചു, അല്ലേ മുഖത്ത് നോക്കി പറയാനുള്ള കാര്യം പറയണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? വഞ്ചന. നമുക്ക് ദോഷം ഉണ്ടാകുന്നത്, നമ്മുടെ തലമുറയ്ക്ക് ദോഷം ഉണ്ടാകുന്നത് നമ്മുടെ വായിന്ന് നമ്മൾ പറയണം. ദൈവം അവനും കൂടെ കണക്ക് തീർക്കട്ടെ. ന്യായാധിപതി കണക്കിന്റെ പുസ്തകം തുറക്കുന്ന ഒരു ദിവസമുണ്ട്. നീ ഏത് വലിയ വമ്പനാണെങ്കിലും
അന്ന് മുമ്പിൽ നിന്ന് കണക്ക് കൊടുത്തേ പറ്റുന്നു. രക്ഷപ്പെടാനും ഓടി ഒളിക്കാനും ഒന്നും പറ്റത്തില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും, ആരാ പറയുന്നേ? മഹാൻ അപ്പോസ്തലനായ പൗലോസ്, ശിഷ്യന്മാരിൽ അഗ്രഗണി അല്ലെ, ദർശനങ്ങളിലും വെളിപ്പാടുകളിലും അങ്ങേ അറ്റത്തുള്ള മനുഷ്യൻ. പുള്ളി പറയാ നാം എല്ലാവരും. പൗലോസ് പറയാ, എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ ഉൾപ്പെടെ, പൗലോസ് ആകുന്ന ഞാൻ ഉൾപ്പെടെ, നമ്മളെല്ലാവരും എവിടെ നിൽക്കേണ്ടി വരും? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. റോമാലേഖനത്തിൽ പറയുന്നു, അവനവന്റെ കണക്ക് കൊടുക്കണം. അവനവന്റെ കണക്ക് കൊടുക്കണം. ഞാൻ ചെയ്തതിനൊക്കെ ഞാൻ കണക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങൾ ചെയ്തതിനൊക്കെ നിങ്ങൾ കണക്ക് പറഞ്ഞേ പറ്റത്തുള്ള. നമുക്ക് ആർക്കും ഒളിച്ചോടാനും ചാടിപ്പാനും ഒന്നും പറ്റത്തില്ല. എളുപ്പം നിന്റെ വായിൽ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിടയ്ക്കും. നീ ഇരുന്ന് സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയും. അമ്മയുടെ മകനെ കുറിച്ച് ഇവന്റെ അമ്മയ്ക്കും എതിരെ വേണേലും ചെയ്യും, അപവാദം പറയും. പിന്നെ ഇവന്റെ അമ്മയുടെ മകന് വേണ്ടി, സഹോദരന് വേണ്ടി അപവാദം പറഞ്ഞത് വലിയ കാര്യമൊന്നുമില്ല. വായ എങ്ങോട്ടാ പോകുന്നത്, നാക്ക് എങ്ങോട്ടാ പോകുന്നത്, വായി വരുന്നതെന്നും പോതയ്ക്ക് പാട്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വിളിച്ച് പറയരുത്. നമുക്കത് പാടില്ല, നമുക്കത് പാടില്ല. നമുക്കൊരു ആത്മീയ ഉചിതമല്ലാത്തതാണ്, നമ്മുടെ നിത്യതയ്ക്ക് തടസ്സമാകുന്നതാണ്. ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം മുറിക്കുന്നതിന്. ഇവിടെ ഈ കണ്ട ഭാവിയെ കുറിച്ച് വെറുതെ സംസാരിച്ച് നമ്മൾ എന്തിനാ നമ്മുടെ നിത്യത കളയുന്നേ? നമ്മൾ എന്തിനാ വെറുതെ നമ്മുടെ നിത്യത കളയുന്നേ? ഗുണം വരാത്ത ഒരുത്തിനെ കുറിച്ച് സംസാരിച്ച്, വേണ്ടാത്ത ഒരുത്തിനെ കുറിച്ച് സംസാരിച്ച്, അവന്റെ കൂടെ കൂടി നമ്മളെന്തിനാ നമ്മുടെ നിത്യത നശിപ്പിക്കുന്നത്? വേണ്ടപ്പാ. 10 പേരെയും കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും, വളരെ സിൻസിയർ ആയിട്ട് ദൈവത്തോട് പറയുക, 10 പേരെയും കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് സ്വർഗത്തിൽ പോകാം. അടുത്ത വാക്യം എളുപ്പം വായിച്ചു. നീ നിന്റെ സഹോദര വിരോധമായി ഇവൻ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കാൻ. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് കളി തുടങ്ങിയതാ. കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഈ കളിയാ കളിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യ എന്തുവാ ഇപ്പൊ അല്ലേ? നമ്മൾ കുറച്ച് വർഷമായിട്ട് തുടങ്ങിയ കളിയായത്. ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയാലെന്ന് കുറച്ച് നാളായി. നമ്മള് പറയാ, പിന്നെ നമ്മുടെ അടുത്താ വേലയ്ക്ക് വരുന്നത്, നമ്മളിത് എന്ന് തുടങ്ങിയാണ്. അപ്പൊ പുള്ളിയുടെ ഇന്ത്യ എന്തുവാ? കർത്താവും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇവൻ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കാൻ ഞാനും നിന്നെ പോലെ ഉള്ളവരെന്ന് നീ നിരൂപിച്ചു. നമ്മളെന്താ ചുമ്മാതാണ്. ഇന്നലെ എന്നോടൊരു പാട്ട് പറഞ്ഞു, ഇതൊക്കെ ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതാണ് നമ്മളെ ഒന്ന് പേടിപ്പിച്ച് നിർത്താൻ. ചുമ്മാതെ അല്ലെ നമ്മളെല്ലാം കൂടി വാളെടുത്തോണ്ട് റോഡിൽ ഇറങ്ങി എന്തോ ചെയ്യും? നമ്മളെയൊക്കെ ചുമ്മാ ഒന്ന് പേടിപ്പിച്ച് നിർത്താൻ വേണ്ടി സ്വർഗമുണ്ട്, ഭൂമിയുണ്ട്, നരകമുണ്ട്, ഇതാ നോക്കി ഇങ്ങനെ ചുമ്മാ എഴുതി വെച്ചിരിക്കുക. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇതല്ലേ ചാവുകടൽ ഇവിടെ തെളിവായിട്ട് കിടപ്പുണ്ടെങ്കിൽ എന്റെ പൊന്നു പോലെ ആകാശകോടാലി വരുന്നുണ്ട്, സൂക്ഷിച്ചോളാൻ പറഞ്ഞു. ശ്രദ്ധിക്കണേ. ഇവ നീ ചെയ്ത് മിണ്ടാതിരിക്കാൻ ഞാനും നിന്നെ പോലെയുള്ളവൻ നിരൂപിച്ച് തീർന്നില്ലേ? അവിടെ കൊണ്ട് പരിശുദ്ധാത്മാവ് നിർത്തിയില്ല. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന്റെ മുമ്പിൽ അവയെ നിരത്തി വെക്കും. അടുത്ത വാക്ക്, ദൈവത്തെ മറക്കുന്നവരെ. ഇത് ഓർത്തുള്ളൂ. രണ്ട് കാര്യങ്ങളാ നമ്മൾ 9-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യത്തിൽ വായിച്ചു. എന്തായിരുന്നു? ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്നവരും. ഈ നമ്മൾ വായിച്ചു തുടങ്ങി എങ്ങനെ? എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എങ്ങനെ അവസാനിപ്പിക്കുന്നത്? ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവൻ. നിങ്ങൾ മനസ്സിലായോ? 2 വാക്യങ്ങൾ നമ്മൾ സങ്കീർത്തനം 9-17 നമ്മൾ വായിച്ചു. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്നവരും പാതാളത്തിലോട്ട് പോകും. ഇവിടെ നമ്മൾ 50-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം തുടങ്ങുന്നത് എങ്ങനാ? ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു. ആ സങ്കീർത്തനം അവസാനിക്കുന്നത് എങ്ങനാ? ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ. അന്നേരം ദുഷ്ടന്മാർക്കും ദൈവത്തെ മറക്കുന്നവർക്കും അവരുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് പറയുക, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. അടുത്ത വാക്ക്,
എന്റെ പൊന്നു മോനെ, അധമപാതാളത്തിനകത്ത് നീ അകപ്പെട്ടു പോയാൽ, നീ അങ്ങോട്ട് വിധിക്കപ്പെട്ടവനാണെങ്കിൽ അവിടുന്ന് നിന്നെ കയറ് കെട്ടി കയറ്റുവാൻ രണ്ടാമതൊരു ശക്തിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചത്, അതുകൊണ്ട് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. രാത്രിയിൽ ഓടി വന്നിട്ട് ക്രൂശിങ്കൽ ഒന്ന് നിലവിളിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാവകാശമുണ്ട്. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. അറിഞ്ഞോ അറിയാതെയോ ദുഷ്ടതയുടെ വിത്തുകൾ എന്റെ അകത്ത് വിതയ്ക്കപ്പെട്ട് കർത്താവേ, സമ്മതിക്ക് ദൈവത്തോട്. കർത്താവേ, എവിടൊക്കെയോ ഞാൻ പറ്റിപ്പോയി. എന്റെ അകത്ത് ദുഷ്ടത ഉടലെടുത്ത് കർത്താവേ, ദുഷ്ടതയുടെ വിത്ത് എന്റെ അകത്ത് വിതയ്ക്കപ്പെട്ട് കർത്താവേ, ഇന്ന് രാത്രി ഞാൻ സ്വർഗത്തോടും ദൈവത്തോടും പാപം ചെയ്തു എന്ന് പറയുവാൻ തയ്യാറാണെന്ന് അറിയില്ല. അവൻ അതിമനാഥനായ കർത്താവ് ഇന്ന് രാത്രിയിലും കാൽവറിയിലെ സ്നേഹത്തിനുള്ളിൽ നമ്മളെ നിർത്തുവാൻ ദൈവം സ്നേഹസമ്പന്നനാണ്. ഇന്ന് രാത്രിയിലും കാൽവറിയിലെ സ്നേഹത്തിനകത്ത് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ. അതുകൊണ്ടല്ലേ പ്രവാചകൻ എഴുതി വെച്ചത്, നിന്റെ പാപം രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും, അതെത്ര വലിയ ഭീകരമായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തെറ്റിപ്പോയിരിക്കാം. ഓടി വന്നിട്ട് കേട്ടോ, കർത്താവെ എന്നോട് ക്ഷമിക്കണമെന്നല്ല, അവന്റെ അപ്പന്റെ അടുത്ത് വന്നിട്ട് ഒരു അപ്പ, ഞാൻ നിന്നോടും ഞാൻ സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. എന്റെ മകനെന്ന പേരിന് ഞാൻ ഇനി യോഗ്യനല്ല. ഇന്ന് രാത്രി ഈ ഒരു കരച്ചിലുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിലും കാൽവരിൽ നിന്നും ഒഴുകുന്ന ചുടുചോര നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുവാൻ, ആമേൻ ഹല്ലേലൂയ, രാജ്യത്തിന്റെ മക്കളും അവകാശികളുമാക്കി തീർക്കുവാൻ വീണുടഞ്ഞ സന്ദർഭങ്ങളിൽ നിന്ന് ആ ചീളുകളെ പരക്കിയെടുത്ത് വീണ്ടും മെനയുവാൻ കുശവൻ ഇന്ന് രാത്രിയിലും തയ്യാറാണ്. രാത്രിയിലും പ്രിയൻ നമ്മളെ ചേർത്ത് പണിയുവാൻ തയ്യാറാണ്. അതുകൊണ്ട് 9-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം പറയുക, ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്നവരും പാതാളത്തിലേക്ക് തിരിയും. നിസ്സാരവൽക്കരിക്കരുത്. ക്രിസ്തീയ ജീവിതത്തെ നിസ്സാരവൽക്കരിക്കരുത്. നിത്യതയെ നിസ്സാരവൽക്കരിക്കരുത്. Priority should go for the eternity. Hallelujah. Do not imprioritize. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഒന്നും നേടുന്നതല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നിത്യതയിലെത്തുന്നതാണ്. എന്റെ വാക്കുകൾ ഇന്ന് രാത്രി ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം ഒത്തിരി മുൻപിലോട്ട് പോയി. എനിക്കറിയാം, ഇത് ചില നീണ്ട വിഷയമാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി ചേർത്താണ് പ്രസംഗിക്കുന്നത്. കാരണം അവൻ നമ്മള് നരകം മാത്രം പറഞ്ഞു പോവല്ല, നമ്മുടെ നിത്യയുടെ മഹാത്മ്യം കൂടി നാം തിരിച്ചറിയണം. ഈ നരകത്തിന്റെ ഭീകരത മനസ്സിലാകുമ്പോഴാ സ്വർഗത്തിന്റെ മഹാത്മ്യം മനസ്സിലാകുന്നത്. മനസ്സിലായോ? ഈ നരകത്തിന്റെ ഭീകരത ഇത്രയ്ക്ക് ആയതുകൊണ്ടാ സ്വർഗത്തിലെ ദൈവം തന്റെ ശ്രേഷ്ഠനായ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു തന്നത്. അവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിത്യതയുടെ വലുപ്പം എത്ര വലിയതാണ്. അവിടെയാണ് നമ്മൾ നിത്യതയുടെ മഹാത്മ്യം തിരിച്ചറിയേണ്ടത്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യയുടെ മഹാത്മ്യം രാത്രി തിരിച്ചറിയണം. നിത്യതയെ നിസ്സാരവൽക്കരിക്കരുത്. നമ്മുടെ സ്വഭാവത്തെ ക്രമീകരിക്കണം. ദൈവസന്നിധിയിൽ കർത്താവിനോട് അടുത്ത് വരുവാൻ നമുക്ക് മനസ്സുണ്ടാകണം. എവിടെങ്കിലുമൊക്കെ പറ്റിപ്പോയെങ്കിൽ ദുഷ്ടതയുടെ ഒരു കുഞ്ഞു പേരെങ്കിലും നമ്മുടെ അകത്ത് മോചിക്കണം. ദൈവപ്രസാദം നഷ്ടപ്പെടുന്ന എന്തെങ്കിലും നമ്മുടെ അകത്ത് ഉടലെടുത്തിട്ടുണ്ട്. നോ, പറ അപ്പ, അങ്ങനെ തന്നെ പറയണം. അപ്പ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ആ മനുഷ്യൻ അവൻ എത്ര ക്ലിയർ ആയിട്ടാണ്. നമ്മളൊക്കെ ആണെങ്കിൽ കർത്താവെ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയും. നമ്മൾ ഈ വെട്ടിമുറിച്ചവനോട് ഒരു വാക്ക് പോലും പറയത്തില്ല. അപ്പോൾ ഇവരെ വെട്ടിമുറിച്ചിട്ടേക്ക് ഇവരോട് നമ്മൾ ഒരു വാക്ക്, പക്ഷെ ഈ മോനോട് വന്നിട്ട് പറയാ, അപ്പച്ചാ, ഞാൻ എൻ്റെ അപ്പനോട് പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കുക, ഞാൻ സ്വർഗത്തോടും പാപം ചെയ്തു, നിന്റെ മകന്റെ പേരിന് പോലും ഞാൻ യോഗ്യനല്ല. നമ്മളെ തന്നെ ഇന്ന് രാത്രി ദൈവങ്ങളൊന്നും ദൈവസ്ഥ നമ്മളെ ഒന്ന് സമർപ്പിച്ചാൽ നമ്മുടെ കണ്ണുകൾ ദൈവസ്ഥ അറിയാം. എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന് നിരക്കാത്തതും പ്രസാദമില്ലാത്തതും വന്നു പോയത് രാത്രി അപ്പച്ചനോട് പറയാം, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, എന്റെ തെറ്റുകളെയും കുറ്റങ്ങളെയും ഒക്കെ ക്ഷമിക്കണമേ, അങ്ങേക്ക് കൊള്ളാവുന്നവനാക്കി മാറ്റണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചാണ്. എല്ലാ കണ്ണുകളും പറയട്ടെ. എല്ലാവരും ദൈവസ്ഥ പ്രാർത്ഥിക്കുമ്പോൾ ബിനു പ്രാർത്ഥിക്കും. ഫ്രാൻസ് തങ്ങളെ ആശീർവാദം പറയും.
इस समय तक पिता परमेश्वर अब आपने संभाले रखा है, इसको धन्यवाद पिता, अच्छे वचन के लिए धन्यवाद पिता। पिता परमेश्वर अब जो हमने सुना है पिता परमेश्वर उसको ग्रहण करके पिता परमेश्वर अपने दिल में पिता परमेश्वर एक बीच में रखो के पिता हम आगे बढ़ने पाए पिता